നമസ്കാരം. മാരാർ വീണ്ടും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. ഈ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ സത്യത്തിൽ ഇവിടെ ഒരു വലിയ അഴിമതിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. അതായത് ഇവിടെ എന്തോ ഒരു വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാരാർ പറയുന്നത് വേറൊന്നുമല്ല. മാരാർ നമുക്കറിയാം, അഖിൽ മാരാറിനെയാണ് നമ്മൾ മാരാർ എന്ന് വിളിച്ചത്. അഖിൽ മാരാറിനെ സംബന്ധിച്ചിടത്തോളം അഖിൽ മാരാറിന് കൊട്ടാരക്കരയിൽ, ഇതിനുമുമ്പ് അഖിൽ മാരാർ വ്യക്തമാക്കിയ കാര്യമാണ്, കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. അത് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുക എന്നുള്ളതായിരുന്നു അഖിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെങ്കിലും പിന്നീട് അദ്ദേഹത്തിനെ കോൺഗ്രസ് തഴഞ്ഞ് പകരം അവിടെ പാർട്ടിയിൽ നിന്ന് പുതുതായി മാറ്റപ്പെട്ടു വന്ന CPM-ൽ നിന്ന് ഇറങ്ങി വന്ന നമ്മുടെ ഐഷ പോറ്റിയെ അവിടെ മത്സരിപ്പിക്കുകയും ചെയ്തതോടുകൂടി മാരാറുടെ ആ ഒരു പ്രതീക്ഷയൊക്കെ തകർന്നു. പിന്നീടാണ് മാരാറിന് ഇപ്പോൾ മനസ്സിലായി താൻ ഇനി ഇവിടെ നിന്നാൽ തനിക്ക് പൊളിറ്റിക്കലി തനിക്കൊരു വലിയ കരിയർ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോഴാണ് 2020 സാബു ജേക്കബ് പതുക്കെ മാരാറിനെ അന്വേഷിച്ച് വരികയും അങ്ങനെ 2020 സ്ഥാനാർത്ഥിയായി മാറാനും തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാരാറിന് കൊട്ടാരക്കരയിൽ BJP സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ NDA ടിക്കറ്റിൽ മത്സരിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് രശ്മി കോൺഗ്രസ് വിട്ടിട്ട് BJP-കാരിയാവുകയും തുടർന്ന് അവിടെ BJP സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്തതോടുകൂടി ആ ഒരു പ്രതീക്ഷ തീർന്നു. അപ്പോഴാണ് ഈ സാബു ജേക്കബ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയം വരുന്ന സമയത്ത് നേരത്തെ രാജീവ് ചന്ദ്രശേഖരനോടും BJP നേതൃത്വത്തോടും ഒക്കെ പറഞ്ഞു എനിക്ക് കൊള്ളാവുന്ന എവിടെയെങ്കിലും ഒരു സ്ഥാനാർത്ഥി ആവണം അതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ തൃപ്പൂണിത്തുറ നൽകിയിരുന്നു. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് 2020 ഏകപക്ഷീയമായ തീരുമാനം സാബു ജേക്കബിൻ്റെ വരുന്നത്. തൃക്കാക്കരയിൽ മത്സരിച്ചാൽ മതിയെന്ന്. തൃക്കാക്കര ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തൃക്കാക്കരയിൽ അത് ഉമാ തോമസിൻ്റെ സ്വന്തം മണ്ഡലം. ആ ഉമാ തോമസിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു NDA-കാരനും അത് 2020 സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയുള്ള കാര്യമാണ്, അതറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അഖിൽ മാരാറിന് അവിടെ പോയി മത്സരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഏകദേശം 20 ലക്ഷത്തോളം വിലയുള്ള വാഹനം 10 ലക്ഷം രൂപയ്ക്ക് വിറ്റ് ആ പണം ഉപയോഗിച്ചിട്ടാണ് അത്രേ. കഴിഞ്ഞ ദിവസം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വന്നതാണ്. പക്ഷേ സാബു ജേക്കബ് പറയുന്ന അദ്ദേഹത്തിൻ്റെതായി മത്സരിച്ച് ഏകദേശം 19ഓളം വരുന്ന സ്ഥാനാർത്ഥികൾക്ക് പണം മുടക്കിയത് സാബു ജേക്കബ് ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം മറ്റൊന്നാണ്. ഒരുപക്ഷേ ഈ സാബു ജേക്കബും അഖിൽ മാരാരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേന്ദ്രത്തിൽ നിന്ന് വന്ന ഒരു വലിയ സംഖ്യയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്നു. കാരണം അഖിൽ മാരാർ അങ്ങനെയാണ് പറയുന്നത്. അഖിൽ മാരാർ പറയുന്നത് കേന്ദ്രത്തിൽ നിന്നും, അതായത് BJP-യിൽ നിന്നും ഏകദേശം 40 കോടി രൂപ സാബു ജേക്കബിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇനി വെളിപ്പെടുത്തേണ്ടത് സാബു ജേക്കബാണ്. 40 കോടി രൂപ, ഒന്നും രണ്ടും അല്ല, 40 കോടി രൂപ. നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. കേരളത്തിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മാത്രമായി നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒഴുക്കിയത് എത്ര കോടികളാണെന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ ഒരു യുവമോർച്ച നേതാവ് പറയുന്നുണ്ടായിരുന്നു, ഏതാണ്ട് 10-15 കോടി രൂപ തൃശ്ശൂർ BJP ഓഫീസിലേക്ക് എത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതെല്ലാം പല വഴിക്ക് ചിലവായി പോയി എന്നാണ് പറയുന്നത്. അതൊരു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയിൽ ഏതാണ്ട് 10-25 ചാക്കുകെട്ടുകളിലായിട്ടാണ് അത്രേ പണം വന്നത് എന്നായിരുന്നു ആ നേതാവ് പറഞ്ഞത്, ആ യുവമോർച്ച നേതാവ് വ്യക്തമാക്കിയത്. അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. ഇതിനു മുമ്പ് തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരാൾ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പെട്ടി ഓട്ടോറിക്ഷയ്ക്കകത്ത് ചാക്ക് കെട്ട് പണം കൊണ്ടുവന്നു. ആ പണം കൊണ്ടുവന്ന് BJP തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാറ്റി. അപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണോ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയിട്ടാണോ കോടികളാണ് സത്യത്തിൽ BJP-യുടേതായി സംസ്ഥാനത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ? അപ്പം 40 കോടി രൂപയാണ് സാബു ജേക്കബിനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രമായി BJP നൽകിയത് 2020 എന്ന് പറയുന്ന ഒന്നിന്. അഖിൽ മാരാരുടെ ഇതനുസരിച്ച് 40 കോടി രൂപ 2020-ക്ക് വന്നിട്ടും തനിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ അർത്ഥം തൻ്റെ പേരിലുണ്ടായിരുന്ന ഒരു BMW ബൈക്ക്, അത് 20 ലക്ഷം രൂപ വർത്തുണ്ടായിരുന്ന ഒരു വാഹനം അദ്ദേഹത്തിന് വെറും 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കേണ്ടി വരുന്നു. തൃക്കാക്കരയിൽ തനിക്ക് വേണ്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനായിരുന്നു ഈ 40 കോടി? എവിടേക്കാണ് ഈ 40 കോടി സാബു ജേക്കബ് കൊണ്ട് ഇറക്കി കളിച്ചത്? അപ്പോൾ കേന്ദ്രത്തിലെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ നിന്ന് പണം അനുവദിക്കുകയും ഈ 40 കോടി രൂപ സാബു ജേക്കബ് മുക്കി എന്ന് തന്നെയാണ് അഖിൽ മാരാർ പറയുന്നത്. അപ്പം നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന BJP-യുടെ ഫണ്ട് അത്രയും മുക്കിക്കൊണ്ടിരിക്കുകയാണ് പലരും പല വഴിക്ക് നിന്നിട്ട്. അതിൽ നമുക്ക് കാര്യമൊന്നുമില്ല എങ്കിൽ തന്നെയും. അപ്പോൾ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ട രീതിയിൽ നമ്മുടെ പണം കൊണ്ട് ജനാധിപത്യത്തെ വിലക്കെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ദുസ്സൂചനയാണ് നമ്മൾ കാണുന്നതല്ല. പിന്നീട് അഖിൽ മാരാർ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്.
ഈ സാബുവും ജേക്കബ് എന്തുകൊണ്ട് BJP അല്ലെങ്കിൽ NDAയിലേക്ക് ഇറങ്ങി എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം അവിടെ കിട്ടും. 1600 കോടിയിലധികം രൂപ നഷ്ടത്തിലാണ് കിറ്റെക്സ് കമ്പനി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 1600 കോടി രൂപ നഷ്ടത്തിൽ. ആ നഷ്ടം നികത്തണമെങ്കിലും തനിക്ക് ഈ പറയുന്ന പണം സമ്പാദിക്കണമെങ്കിലും തന്നെ സംബന്ധിച്ചിടത്തോളം ഈ തുക പിരിഞ്ഞു കിട്ടിയേ മതിയാകൂ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ, 1600 കോടി രൂപ നഷ്ടത്തിൽ പോകുന്ന ഒരു കമ്പനി, ഈ കമ്പനിയും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ സാബു ജേക്കബിന് NDAയുടെ മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു. അവിടെ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായില്ലേ, ഈ 1600 കോടി നഷ്ടമെന്ന് പറയുന്നതിനെ നികത്തിയെടുക്കാൻ തൻ്റെ കയ്യിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ആയുധത്തെ ഉപയോഗിക്കുക, തൻ്റെ കയ്യിലുള്ള ഒരു സംഘടനയെ ഉപയോഗിക്കുക, തൻ്റെ കയ്യിലുള്ള 2020 എന്ന് പറയുന്ന ഒരു സംഘടനയെ ഉപയോഗിക്കുന്നത് സ്വന്തം കാര്യം ലാഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നേടാൻ വേണ്ടി മാത്രമാണ്. വ്യക്തമായില്ലേ? അഖിൽമാരാർ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുമ്പോഴാണ് പല സത്യങ്ങളും പുറത്തേക്ക് വരുന്നത്. ഇല്ലായിരുന്നു എങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും പുറം ലോകം അറിയില്ല. അഖിൽമാരാർക്ക് ഈ പറയുന്ന തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ ഇവർ തമ്മിൽ ഈ തുക വീതം വെക്കുന്ന കാര്യത്തിലുണ്ടായ തർക്കമായിരിക്കാം, നമുക്കറിയില്ല അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന്. ഈ 40 കോടി രൂപ വന്നതിനകത്ത് നിന്ന് 1 കോടി രൂപ അഖിൽമാരാർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അഖിൽമാരാരെ സംബന്ധിച്ചിടത്തോളം സമാധാനമായിരിക്കാൻ കഴിയുമായിരുന്നു. 19 സ്ഥാനാർത്ഥികളെ നിർത്തി ഈ 40 കോടി ഇവിടേക്ക് ഇറങ്ങിയെങ്കിൽ പ്രതിശീർഷം ഒരു 2 കോടി വീതം കൊടുക്കാൻ, അല്ലെങ്കിൽ 1.5ക്ക് 2നും ഇടയിൽ കൊടുക്കാനുള്ള തുക ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് പിന്നെ അത് കൊടുക്കാതെ പോയത്? അപ്പോൾ പ്രതി സ്ഥാനാർത്ഥിക്ക് 2 കോടി രൂപയ്ക്ക് അകത്ത് ചിലവാക്കാൻ ഉണ്ടായിരുന്നിട്ട് കൂടി ഇവരുടെ എങ്ങനെയാണ് അഖിൽമാരാരെന്ന് പറയുന്ന ഒരാൾക്ക് സ്വന്തം BMW ബൈക്ക് വിൽക്കേണ്ടി വരുന്നത്, അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട്? അപ്പോൾ 2 കോടിയൊന്നും 2020 സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് എവിടെയും സാബു ജേക്കബ് ചിലവാക്കാൻ സാധ്യതയില്ല, ഒരിടത്തും ചിലവാക്കാൻ സാധ്യതയില്ല. 2 കോടി രൂപ എനിക്ക് തോന്നുന്നു 2020യിൽ നിന്നവരുടെ കൂട്ടത്തിൽ അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഒരു മുഖം എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെതാവാം, അഖിൽമാരാരുടേതാവാം. അത്രയും ഫെമിലിയർ ഫേസ് ആയിട്ടുള്ള അഖിൽമാരാർക്ക് പോലും 2 കോടി രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ പോലും മുടക്കാത്ത സാഹചര്യം. ഒന്ന് മുടക്കിയെന്ന് വെച്ചു, 1 കോടി രൂപ മുടക്കിയെങ്കിൽ തന്നെയും 19 കോടി കഴിച്ച് ബാക്കി ഏകദേശം 11 കോടി രൂപ സാബു ജേക്കബിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നേനെ. 1 കോടി രൂപ പോലും മുടക്കിയില്ല. അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്, ഈ അഖിൽമാരാർ പറഞ്ഞ കോടിക്കണക്കിന് 40 കോടി എവിടേക്ക് പോയി? ഒരുപക്ഷെ സാബു ജേക്കബിന് നൽകിയിരുന്നത് തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നുള്ള നിലയിലായിരിക്കും 40 കോടി നൽകിയെന്ന് കരുതാം, നമുക്ക് അങ്ങനെ വെച്ചാൽ. അങ്ങനെയാണെങ്കിൽ പോലും ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് 1 കോടി രൂപ എന്നുള്ള കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാലും അങ്ങ് പിടിച്ചതാണ് കേട്ടോ. 11 കോടി രൂപ വീണ്ടും മിസ്സിംഗ് ആണെന്നേ. അപ്പം ഇതൊക്കെയാണ് ഇവിടെ ഈ സാബു ജേക്കബിനെയാണ്, അതായത് തെരഞ്ഞെടുപ്പ് ഫണ്ടായി അനുവദിച്ച അഖിൽമാരാർ പറഞ്ഞതനുസരിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടായി 40 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ട് അത് സ്വന്തം അക്കൗണ്ടിലേക്ക് വകമാറ്റി അത് സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ച സാബു ജേക്കബാണ് നമ്മുടെ സംസ്ഥാനത്തെ ഭരിക്കാൻ പോകുന്ന ഒരു വലിയ ശക്തിയായി, ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് പുച്ഛം തോന്നുന്നത്. ആലോചിച്ച് നോക്കിക്കോളൂ, ജനങ്ങളെ ഏത് രീതിയിലാണ് 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കിതിൽ നിന്ന് ബോധ്യപ്പെടാം. ഇതാണ് നമ്മുടെ കേരളത്തിൽ 2020 അല്ലെങ്കിൽ കിഴക്കമ്പലം കേന്ദ്രീകരിച്ചുകൊണ്ട്, നമുക്കറിയാം കിഴക്കമ്പലം കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പ്രദേശത്തെ പൊതുജനങ്ങളുടെ സ്വൈരജീവിതം തന്നെ നാശമാക്കി. കുന്നത്തുകാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ മുഴുവൻ അപ്പാടെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരാളായിരുന്നു. എന്തായിരുന്നിരിക്കാം സാബു ജേക്കബിൻ്റെ ഉദ്ദേശം? ആ 2020 രൂപീകരിക്കുകയും ഇത്രയും ആൾക്കാരെ തൻ്റെ കൂടെ നിർത്തുകയും ചെയ്തുകൊണ്ട് സാബു ജേക്കബ് എന്തായിരിക്കാം അവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു സംശയം ഇപ്പോൾ അഖിൽമാരാരുടെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല.